നിലമ്പൂരിൽ നടന്ന കുട്ടിയുടെ മരണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായിട്ടൊക്കെ പറഞ്ഞത് വലിയ വിവാദമായിട്ടുണ്ട്. മന്ത്രി മാപ്പ് പറയണമെന്നൊക്കെയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. വലിയ വിവാദമായിരിക്കാണ്, വലിയ പ്രതിഷേധമാണ് വരുന്നത്. ആർക്കെതിരെ? മന്ത്രിക്കെതിരെ. ഈ സംഭവം ഉണ്ടായപ്പോൾ UDF നേതാക്കൾ പറഞ്ഞത് എന്താണ്? ഇത് ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് മർഡറാണ്. ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? ആരിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചാണ് അത് പറഞ്ഞത്? അത് തിരുത്തിയാൽ ബാക്കി തിരുത്തുന്ന കാര്യം ഞാൻ ആലോചിക്കാം. അല്ല, അത് തിരുത്തിയല്ല, ഇത് പറഞ്ഞത് എങ്ങനെയാണ്? അതേപോലെ ഞാൻ എൻ്റെ സംശയം പറഞ്ഞു. ആ സംശയത്തിന് ആവശ്യമായ ഒരു ധാരാളം സംഭവങ്ങളുണ്ട്. അവിടുത്തെ വാർഡ് മെമ്പർ വൈസ് പ്രസിഡന്റാണ്, കേസിലെ പ്രതിയാണ്, UDF-കാരനാണ്. ബാക്കിയൊക്കെ പിന്നെ പറയാം. അപ്പം ഞാനിപ്പോൾ അധികമൊന്നും പറഞ്ഞില്ല. UDF നേതാക്കന്മാർ ഇതൊരു ഗവൺമെന്റ് സ്പോൺസേഡ് മർഡറാണെന്ന് പറയാൻ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയട്ടെ. അത് പറഞ്ഞ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം. മന്ത്രി ഉത്തമ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ഈ സംഭവത്തിൽ, കുട്ടിയുടെ മരണത്തിൽ. അല്ല, അതിനെ ഞാൻ പറയും, മറ്റേത് പറയട്ടെ. അത് ഉത്തമ വിശ്വാസത്തിലാണോ പറഞ്ഞതെങ്കിൽ അത് പറയട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ഈ മരണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണോ ഉദ്ദേശിച്ചത്, അതോ മരണത്തിന് ശേഷം നടന്ന സംഭവങ്ങളാണ് ഗൂഢാലോചന? പ്രതിഷേധങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നാണോ ഞാൻ പറഞ്ഞത്? പ്രതിഷേധങ്ങൾ നടത്തിയതിനെ കുറിച്ചാണല്ലോ. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുമ്പോൾ സംശയം സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ആ സ്വാഭാവികമായ സംശയം ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞതാണല്ലോ. പക്ഷെ ഞാൻ അതിൽ തർക്കിക്കാൻ നിൽക്കുന്നില്ല. ഈ പറഞ്ഞത് ഉത്തരവാദപ്പെട്ടത് ഇപ്പോഴും KPCC പ്രസിഡന്റും അത് പറയുന്നുണ്ട്. അത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്, അതിനാവശ്യമായ കാര്യങ്ങൾ അവർ വിശദീകരിക്കട്ടെ. അല്ലെങ്കിൽ അവരത് തിരുത്തട്ടെ. തിരുത്തിയാൽ ഞാൻ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താം. ഇപ്പം പ്രാഥമികമായിട്ട് പോലീസ് കേസെടുക്കുന്ന നരഹത്യക്കാണ്. അപ്പോൾ ഒരാളാണ് പ്രതി എന്ന് പറയുന്നു. അപ്പൊ അതിലെങ്ങനെയാണ് ഒരു ഗൂഢാലോചന വരുന്നത് ഈ സംഭവത്തിന്? അല്ല, ഗൂഢാലോചന വരുന്നത് ഇതിന്റെ ഞാൻ ഗൂഢാലോചന നടന്നു എന്നല്ലല്ലോ, അതിൽ സംശയിക്കേണ്ടത് എന്തെന്നാണല്ലോ. അത് സംശയിക്കുന്നത് എങ്ങനെയാണ്? ഇതിനെ ഉടനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി. നമ്മൾ മലപ്പുറം നിലമ്പൂരിലുള്ളവർ ഈ വിവരം അറിയുന്നതിന് മുമ്പ് മലപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രതിഷേധ പ്രകടനങ്ങൾ വന്ന്, അപ്പോൾ ആ സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. ആ സംശയം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്താം. പക്ഷേ ഇതേതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് ഗവൺമെന്റിന്റെ പ്ലാൻ ചെയ്തൊരു മർഡറാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ നിലമ്പൂർ ഡിവിഷൻ മേഖലകളിൽ നേരത്തെ കടുവയെ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് പുലിയെ കിട്ടുകയും ആ സംഭവത്തിൽ 50 പേരടങ്ങുന്ന സ്പെഷ്യൽ ടീം അവിടെ പരിശോധന നടത്തുകയും അവിടെ 42 പന്നികളെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന വഴിക്കടവ് പഞ്ചായത്തിന് 4 ഷൂട്ടർമാരുള്ള പാനലും നേരത്തെ അത് പണം പോരാന്നുള്ളതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകൾക്കും 2500 രൂപയും 3500 രൂപയും കൊടുത്തിട്ടും ആകെ അവർ ഈ കാലത്തിനിടയിൽ 3 പന്നികളെയാണ് വെടിവെച്ചത്. അപ്പോൾ വെടിവെക്കാനുള്ള നിബന്ധനകളിൽ ഇളവ് വരുത്തുന്നതാണ്. ഈ പരിശോധനയൊന്നും വേണ്ട, ആണാണോ പെണ്ണാണോ എന്നൊന്നും വേണ്ട, ഇതൊക്കെ നമ്മൾ നീക്കി കൊടുത്തു. ഈ സൗകര്യമുണ്ടായിട്ട് എന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഇവർ കൂട്ടുനിൽക്കുന്നത് ആർക്കാന്നുള്ളതാണ്. മൃഗങ്ങളെ വേട്ടയാടി വിൽക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തിയവരെ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഈ പ്രതിഷേധം കൊണ്ട് അവരെന്താ? ആ കേസിൽ എന്താണ് പ്രശ്നം? ആ കേസിൽ ആരെയാണ് രക്ഷിക്കാൻ പോകുന്നത്? എന്തിനാണ് രക്ഷിക്കാൻ പോകുന്നത്? വഴി തിരിച്ചു, ശ്രദ്ധ തിരിച്ച് ഇത് വനം വകുപ്പിന്റെ ഏർപ്പാടാണെന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി എന്തിനാണ് ശ്രമിക്കുന്നത്? ആ പ്രതികളെ ശിക്ഷിക്കണമെന്നല്ലേ ആർജവമുണ്ടെങ്കിൽ UDF-ഉം UDF-ന്റെ നേതാക്കന്മാരും പറയേണ്ടത്. അവരെ പേരിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് പകരം വനം വകുപ്പുമായി ഒരു ബന്ധമില്ലാത്തൊരു കേസിൽ എന്തിനാ വനം വകുപ്പിന് പ്രതിക്കൂട്ട് കയറ്റി നിർത്തുന്നത്? എന്തിനാ വനംവകുപ്പ് മന്ത്രിയുടെ നേരെ കുതിരകയറ്റം നടത്തുന്നത്? ഞാനല്ലല്ലോ നടത്തിയത്. ആ പ്ലാന്റ് മറിൽ വനംവകുപ്പ് മന്ത്രിക്കും വനം വകുപ്പിനുമെതിരായി ഗവൺമെന്റിനെതിരായി വലിയ പ്രതിഷേധമല്ലേ ശബ്ദമുയർത്തിക്കൊണ്ട് അവിടെ നടന്നത്? അതിലെന്താണ് വനംവകുപ്പിന്റെ പങ്ക്? എന്താണ് ഗവൺമെന്റിന്റെ പങ്ക്? എന്താണ് KSEBയുടെ പങ്ക്? ഒരു പങ്കുമില്ലാത്ത കാര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ആ ദുരുപയോഗപ്പെടുത്തുന്നതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യങ്ങൾ ഇല്ലാതെ പിന്നെ ഇപ്പം എന്താണ് ഇവർ പറയുന്നത്? ഇപ്പം ഞങ്ങൾ വിവാദത്തിനില്ല, ആയിക്കോട്ടെ, സന്തോഷം. ഇപ്പോൾ വനംവകുപ്പ് വീണ്ടും കേസെടുത്തിട്ടുണ്ട് ഇവരുടെ പേരിൽ. കാരണം ഇവർ നേരത്തെ തന്നെ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ്. ഇത് സ്ഥിരമായി നടക്കുന്നത്. നിങ്ങൾ അവിടുത്തെ നാട്ടുകാരോട് അന്വേഷിക്കും. ഇവിടെ സ്ഥിരമായി നടക്കുന്ന ഒരു ഏർപ്പാടാണ്.
ആ നടക്കുന്ന ഏർപ്പാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രതിരോധം തീർത്ത് അവരെ നിർവീര്യമാക്കി മനോവീര്യം തകർത്ത് കർമ്മനിരതരാക്കുന്നതിന് കർമ്മരംഗത്തു നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയല്ലേ ഇത്. അപ്പോൾ ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരാരോപണമുണ്ടാക്കി പ്രതിഷേധമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ അനുഭാവം UDF അനുകൂലമായി LDF വിരുദ്ധ മനോഭാവത്തിലേക്ക് വരുത്താനുള്ള ഒരു രാഷ്ട്രീയ ശ്രമം അതിനകത്തുണ്ട്. അതിനെ ആര് നിഷേധിച്ചാലും അത് ഞാൻ അവിടെ തന്നെ ഒരു രാഷ്ട്രീയ ലാഭം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്തൊരു വകുപ്പിന്റെ മന്ത്രിയെ കടന്നാക്രമിച്ചതിന്റെ പിന്നിലെ യുക്തി എന്താണ്? ആ കടന്നാക്രമണത്തിന്റെ പിന്നിൽ ഇത്തരം യുക്തികൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്വാഭാവികമായും അവരുടെ ഏർപ്പാടിന് പ്രതിരോധം തീർക്കാനുള്ള ഒരു മറയാണ് ഈ പ്രതിഷേധമെന്ന് ഞാൻ കരുതുന്നത്.